गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा। ഇത് ഈ റിസോഴ്സിയോടെ പ്രോഗ്രാം കൂടാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും സമയം എന്നതായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് ട്രെയിനിങ് സെഷൻസൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു മോർണിംഗ് 8 o'clock മാക്സിമം പോയാൽ 5 o'clock വരെ വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ മനസ്സിൽ വലിയൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഇടയ്ക്ക് പല ക്ലാസ്സുകളിലൂടെയൊക്കെ പോയപ്പോഴേക്കും സാർ രാവിലെ സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ക്ലാസ്സുകളിലൂടെയൊക്കെയും സാർ ഇടയ്ക്ക് ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു, ഈ ഒരു ഇത്രയും സമയം 12 മണിക്കൂർ, അത്രയും 12 മണിക്കൂർ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, പക്ഷേ ദീർഘമായൊരു സമയം എന്നുള്ളതായിരുന്നു. ഈ 12 മണിക്കൂർ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയം നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ കപ്പാസിറ്റി സ്ട്രെച്ച് ചെയ്യാനാണ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് സാറ് പറഞ്ഞായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സുകൊണ്ട് കുറച്ച് ഒന്ന് ശരിയാണ്. സാറ് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കംഫർട്ട് സോണിലാണ് ഇപ്പോൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ജ്യോതിനിവാസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കംഫർട്ട് സോണാണ്. അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എനിക്ക് ഒരു വലിച്ചു നീട്ടലിൻ്റെയും സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വലിച്ചു നീട്ടലിൻ്റെയും ഉടച്ചു വാർക്കലിൻ്റെയും ആവശ്യം തീർച്ചയായും ഉണ്ട് എന്നുള്ള ഒരു നല്ല ബോധ്യം എനിക്ക് ഇന്നലത്തെ എല്ലാ സെഷനിലൂടെയും വന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെയും ഷിഫ്റ്റിംഗ് പാരഡൈം അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മളതൊക്കെ മറന്നു പോകാറുണ്ട്. വീണ്ടും ഇന്നലെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കൽ കൂടി അതിൻ്റെയൊക്കെ ആവർത്തനം എനിക്കൊക്കെ ആവശ്യമാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തിയറി സെഷൻസും നമ്മൾ പല ക്ലാസ്സുകളും കേട്ടിട്ടുള്ളതാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട്. നെക്സ്റ്റ് തിയറി ആയാലും സോഫ്റ്റ് ആൻഡ് ടെക്നിക് ആയാലും കുട്ടികളോട് പല രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും പോരാ, ഇനിയും നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മളിപ്പോൾ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊന്നും പോരാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇന്നലെ ഉണ്ടായി. എസ്പെഷ്യലി നമ്മൾ വെയർ ടു സ്പീക്ക്, വെൻ ടു സ്പീക്ക്. പിന്നെ നമ്മൾ കുട്ടികളെ എന്തെങ്കിലും പ്രോബ്ലം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ അവരോട്
അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ട് വേണം അവരോട് ആ കാര്യങ്ങൾ അന്വേഷിക്കാനെന്നുള്ള കാര്യം എനിക്ക് ഇന്നലെ ഒരു ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മളത് പലപ്പോഴും ചെയ്യാറില്ല. സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവരെ വിളിച്ച് സ്കോൾഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ നേർഡ്സ് തിയറിയും സോഫ്റ്റ് ടെക്നിക്കും പിന്നെ ബാക്കിയുള്ള തിയറി സെഷൻസ് എല്ലാം തന്നെ ഒരു മീനിങ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ മൈൻഡിലേക്ക് എടുക്കണമെന്നും ഈ 4 ദിവസം അത് ഇത്രയും ലോങ് പീരീഡ് ആലോചിച്ചു എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഓരോ കാര്യങ്ങളും ഓരോ തിയറീസും നമ്മളത് എടുക്കണം എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു 100% ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് എല്ലാം അത് ഓൾമോസ്റ്റ് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. So I told like it's Pragna Parichan Day, that is, as teachers we have to strengthen our skills and the more focus first during the introduction that sir told like we have to push ourselves, and I'm standing here because of that only. Usually if I get something as beauty, I will do it with utmost sincerity, I will do it. Otherwise to come take the mic and speak somebody, at least myself should push me to come forward and speak. അപ്പോൾ ഇന്നലെ സാറ് പറഞ്ഞു we have to push ourselves without any notions. We have to come and speak. I like to speak like സാറിൻ്റെ ടീച്ചർ അല്ലെങ്കിൽ സേതു സാർ പറയണ പോലെ അല്ലെങ്കിൽ റാണി മിസ് പറയണ പോലെ സംസാരിക്കാനൊക്കെ ഇഷ്ടം, പക്ഷെ അതിനെ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഇന്നലെ വാട്ട് ഐ ലേൺ വാട്ട് ഐ ലൈക്ക് ടു ചേഞ്ച് ഇൻ മൈ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ എഴുതി ഐ വിൽ പുഷ് മൈ സെൽഫ് എന്ന്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ റെസൊല്യൂഷൻ. ദെൻ ഓൾ ദി ടെക്നിക്സ് like how to maintain good relationship with students, that all the 5 things sir told. Then learning teaching objectives. Okay, like teaching objectives should be very clear, like we have to, when we enter the class we have to think what we have to teach. Then that nuts theory, then those things, teaching objectives that I have decided. ഞാൻ ഈ ക്ലാസ്സിൽ പോണേക്ക് മുമ്പ് I will like make sure like what all things I have to teach. കാർഡ് ക്യാരി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്യൂ കാർഡ് ക്യാരി ചെയ്യാൻ പറ്റില്ലെങ്കിലും I thought like I'll note it down in my diary. Then I'll make it a checklist and I'll do all such kind of things like that. Even കേട്ട എല്ലാ കാര്യങ്ങളും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, ലെസൺ പ്ലാൻ ചെയ്യുന്നതാണ്, അതിലെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ലൈക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കും.
സബ്ജക്റ്റ് 3 തവണ വായിച്ചാലും ആദ്യം എഴുതി തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും പോസിറ്റീവ് ക്വാളിറ്റീസും അതുപോലെ നെഗറ്റീവ് ക്വാളിറ്റീസും ഉണ്ട്. നമുക്കറിയാം ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ, അതായത് ചില നെഗറ്റീവ് ഐഡിയാസ് നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ നമ്മൾ താഴ്ത്തി പോകണം, ചെയ്യണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത കയറും, ഞാൻ ഇങ്ങനെ ചെയ്യണത് ശരിയാണോ? പക്ഷെ ഇന്നിപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ സ്റ്റാൻഡുകൾ, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അത് എന്താണെന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി ഒരു ബൂസ്റ്റപ്പാണ്. എല്ലാവരുടെയും കമൻസ് കണ്ടപ്പം ഞാൻ എന്ത് ചെയ്യുന്നോ, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ, അതാണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു റിമാർക്ക്. ആ റിമാർക്ക് കിട്ടിയപ്പോൾ ഞാൻ പോണ വഴി ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ശരിയാണ്, പിള്ളേരോടുള്ള എൻ്റെ അപ്രോച്ച് ശരിയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വളരെ നന്നായിട്ട് കയറി. സോ ഐ വാസ് highly driven by that comments. Topic is also Atma Bodh, that is understanding ourselves. And when I got this activity, we have previously done last year. So this activity came that time, I analyzed that understanding self means we don't know to analyze ourselves. Every time we keep doing some or the other mistakes. But when we get the appreciation from the others, that time we come to know we have many skills and which we are lacking, we will try to do the best. And this activity, after seeing this, I personally felt that this should be conducted with the children also, because giving them compliments and appreciation which lead us to boost very well, which will also lead the children to boost in their future classes. So I feel this activity should be done definitely among the children. ഇത്ര നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്, അതായത് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു. എനിക്ക് എന്നുള്ള വ്യക്തിത്വം എനിക്കറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ എന്താണെന്ന് ഞാൻ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ വിചാരിച്ചത് ഇത് ചെയ്താൽ ശരിയാവും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നെനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ എനിക്ക് ഇന്ന് എൻ്റെ പോസിറ്റീവ് എന്താണെന്ന് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഇനിയും അത് തന്നെ ചെയ്യാൻ, അതിൽ കൂടുതൽ എനിക്ക് ഇമ്പ്രൂവ് ആക്കണം, എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എൻ്റെ പേപ്പർ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്തു, അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുക. ചില കാര്യങ്ങൾ ഞാൻ ബോധപൂർവം ചെയ്യാറുണ്ട് എൻ്റെ ലൈഫിൽ. അത് വേറൊന്നുകൊണ്ടുമല്ല, എനിക്ക് ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പ്രവൃത്തികളായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് നല്ല രീതിയിൽ കിട്ടി. ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഓൾ. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, അതായത് എല്ലാവരിലുള്ള നന്മയുടെ ഒരു അംശമെങ്കിലും എഴുതാനുള്ള അവസരം തന്നതിന് ടീമിന് നന്ദി പറയുന്നു. നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റി മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പലർക്കും അത് പറയാൻ ഒരു മടിയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ എല്ലാവരുടെയും പോസിറ്റീവ് ക്വാളിറ്റി എഴുതി, കൂട്ടത്തിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെയും ഒരു വാക്കെങ്കിലും എഴുതണമെന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതിനുള്ള അവസരം ഇനി എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പറയാം. എന്തായാലും ഈ പോസിറ്റീവ് ക്വാളിറ്റി ഇത്രയധികം നമുക്കുണ്ടെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സഹായിച്ച ഒരു ആക്ടിവിറ്റിയാണ് ഈ ആക്ടിവിറ്റി. നമ്മുടെ സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വരാനും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുമെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. താങ്ക് യു സർ. ഓൾ ഓഫ് യു. പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിനിടയിൽ എപ്പോഴൊക്കെ എൻ്റെ കണ്ണും ചെറുതായിട്ടൊന്ന് നിറഞ്ഞു. കാര്യം ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഒരുപാട് ആള് ഒരുമിച്ച് വർക്ക് ചെയ്തവരുണ്ട്. അതായത് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ആ റിലേഷനിലുള്ളവരുണ്ട്, പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. എങ്കിൽ തന്നെയും ഓരോരുത്തരും എഴുതിയിരിക്കുന്ന, അതായത് ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. കുറഞ്ഞ സമയത്തിൽ കുറച്ച് നാൾ മുമ്പ് ജോയിൻ ചെയ്ത ടീച്ചർ വരെ മറ്റൊരാളെ പറ്റി ഒരു നല്ല പോയിന്റ് എഴുതണമെങ്കിൽ എല്ലാവരും നല്ലൊരു ഒബ്സർവറാണ് എന്നത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമമേറിയ സമയങ്ങളിൽ നമുക്കുണ്ടായിരുന്നൊരു ഫോൾട്ട്,
അതിനകത്തുണ്ടായിരുന്ന പോസിറ്റീവ് വരെ നിശബ്ദമായി മനസ്സിലാക്കുന്ന വ്യക്തികളുമുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഈ ടീമിന് ഒരുപാട് നന്ദി. എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഇത്രയും കമൻസ് കേട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ എനിക്ക് എന്നെക്കുറിച്ച് കിട്ടിയ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും മറ്റൊരാളത് നമ്മളോട് എഴുതി തരുമ്പോൾ, നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, അത് ഭയങ്കര വലുതാണ്. പിന്നെ റീസെൻ്റ്ലി എൻ്റെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അല്ല, എന്നെ വിളിച്ച് ആ ഗ്രൂപ്പിൽ ഇരുത്തിയതാണ്. എങ്കിൽ പോലും അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാം എന്നെ പേഴ്സണലി അറിയുന്നവരാണ്. 2-3 പുതിയ ടീച്ചേഴ്സ് ഉണ്ട്. അവരും എന്നെക്കുറിച്ച് എഴുതിയ കമൻറ്റ് വായിച്ചിട്ട് എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് സങ്കടം വന്നു, സന്തോഷം വന്നു. പിന്നെ അവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നന്ദി മനസ്സിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. പിന്നെ ഇതിലേക്ക് ഒരു പോയിന്റ് സിസ്റ്റർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഒരു പോസിറ്റീവ് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു പോയിന്റ് എഴുതി. പക്ഷെ എനിക്ക് അതിലും വലുത് സിസ്റ്റർ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് എനിക്ക് തന്ന സപ്പോർട്ടാണ്. അതെനിക്ക് അതിൽ എഴുതാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരോടും താങ്ക് യു. 60, 59, 58, 57, 56, 55, 54, 53, 50, 46, 45, 44, 49, 48, 8, 7, 6, 1. അവിടെ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കരുത്. കുടിച്ചോ, നിങ്ങൾ തമ്മിൽ എടുത്താൽ മതി, നിങ്ങൾ ടീമിലെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ശീതൽ മാമിൻ്റെ ആണ് എല്ലാവരുടെയും ഫോക്കസ് ചെയ്യുന്നത്. രണ്ടുപേർക്ക് ഓക്കെ, രണ്ടുപേര് മതി, നിങ്ങൾ ഇങ്ങോട്ട് വരാം. Numbers. Let us appreciate number 8 and let us appreciate number people who are on the hot seat and the person on the hot seat. The area of improvement to the person of people who share the areas of correction. Areas of improvement by number B. Followed by that the area of improvement to the
നമ്മുടെ സ്വന്തം മാക്സിമൈസേഴ്സ് മുന്നോട്ട് പോകുന്നു. ജയിക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജയിക്കുന്നത് വന്ദേ മാതരം ഡെഫിനറ്റ്ലി നമ്മുടെ ടീമുകളിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ലൈൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കണം. കഴിഞ്ഞു 2 more minutes, 1.5 മിനിറ്റായി.
That is end of day 2 of Dishari. Wish you all the very best.